ഒരു കൂട്ടം വ്യാപാരികൾ യാത്രക്കിടയിൽ മരുഭൂമിയിൽ അകപ്പെട്ടു. കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച് ഇവർ ആകെ തളർന്നിരുന്നു. രാത്രിയിൽ ദിക്കറിയാതെ മരുഭൂമിയിൽ അവർ ആകെ അലഞ്ഞു നടന്നു. യാത്രക്കിടയിൽ വഴിയിൽ കിടന്ന കൂർത്ത കല്ലുകൾ അവരുടെ കാലുകൾക്ക് വളരെയധികം വേദനകൾ ഉണ്ടാക്കി. കല്ലുകളുടെ കഠിനമായ വേദന സഹിച്ചിട്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിലൊരു സന്യാസി കാലുകളിൽ അമിതമായ വേദനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല കല്ലുകളെയും പറക്കി തന്റെ ഭണ്ഡാരത്തിലേക്ക് ഇടുവാൻ തുടങ്ങി. നമ്മുടെ കാലിൽ ചോര പൊടിഞ്ഞതുപോലെ നമുക്ക് പിന്നാലെ വരുന്നവരുടെ കാലിൽ ചോര പൊടിയാൻ പാടില്ല. ഇതായിരുന്നു സന്യാസിയുടെ അഭിപ്രായം. കൂടെ ഉണ്ടായിരുന്നവർ സന്യാസിയെ കളിയാക്കാൻ തുടങ്ങി. നമുക്ക് സംഭവിച്ചതായ നഷ്ടത്തിന്റെ ഭാരം കൂടി താങ്ങാൻ പറ്റുന്നില്ല, അതിന്റെ കൂടെയാണോ ഈ ഭണ്ഡാരത്തിലേക്ക് ഇടുന്ന കല്ലുകൾ കൂടി താങ്ങേണ്ടത് എന്നായിരുന്നു കൂടെയുള്ളവരുടെ അഭിപ്രായം. അവർ നടന്ന് വാസയോഗ്യമായ സ്ഥലത്തെത്തി. അപ്പോഴേക്കും പ്രഭാതമായി തുടങ്ങി. അവിടെയുള്ള ഒരു കുഴിയിലേക്ക് സന്യാസിയുടെ ഭണ്ഡാരത്തിലുള്ള കല്ലുകൾ നിക്ഷേപിക്കാൻ കുനിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ മരുഭൂമിയിൽ നിന്ന് പറക്കിയെടുത്ത കല്ലുകൾ വൈഡൂര്യങ്ങളാണെന്നുള്ളത്. മറ്റുള്ളവർ അവർക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്തപ്പോൾ നിരാശയായി മാറി. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം വളരെ ഗുണകരമായി തീരും എന്നുള്ളതാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മെ കൂടുതൽ വ്രണപ്പെടുത്തിയതായ അനുഭവങ്ങൾ പിന്നീട് അത് നമുക്ക് മുതൽക്കൂട്ടായി മാറും. ഓരോ പ്രശ്നവും ഒരു അവസരമാണ്. അത് നമുക്ക് നല്ല വ്യക്തിത്വം നൽകുകയും ഭാവിയിലേക്ക് കുതിച്ചുയരുവാനുള്ള ഊർജം നൽകുകയും ചെയ്യും. ആ സമയത്ത് അത് നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചത് എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ പറയും.